അവർക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞ് അവര് വാദിച്ചതിന് സമസ്തക്കാരുടെ വാദത്തെ ഖണ്ഡിച്ചു പറഞ്ഞത്. ഇനി ഏതാ 3 ഗ്രന്ഥം പ്രഗത്ഭരായ പണ്ഡിതന്മാർ നിങ്ങൾക്കറിയാലോ. കേരള നദുവത്തുൽ മുജാഹിദിന്റെ 7ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ബാനർ വെച്ച് പ്രസംഗിച്ച ഇത് ഉത്തരവാദിത്തപ്പെട്ട വേദിയിൽ പറഞ്ഞതാ ഇത്. ഇന്ന് സമസ്തക്കാര വിശ്വാസത്തിൽ അവരെത്തി. ഹനീഫ് ഖാന്റെ വാക്ക് നിങ്ങൾ നേരത്തെ കേട്ടില്ലേ? അതിൽ നിന്ന് അവരോട് തിരിച്ചു പോരണമെന്നാണ് ഞങ്ങൾ പറയുന്നു. സമസ്തക്കാര് പ്രചരിപ്പിച്ചെടുത്ത് ഇപ്പൊ ഇവരെത്തി. അപ്പൊ ആർക്കാ വ്യതിയാനം ഉണ്ടായത്? ആർക്കാ വ്യതിയാനം ഉണ്ടായത്? മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തിന് അതീതമായി എന്നതുകൊണ്ടാണ് മുജാഹിദുകൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാരാ പറഞ്ഞത്? ഡോക്ടർ ഉസ്മാൻ സാഹിബ്. ഡോക്ടർ ഉസ്മാൻ സാഹിബ്. ഇനി അദ്ദേഹം പണ്ഡിതനല്ല, ഡോക്ടറായിരുന്നു വേണേ പറയാ. കാരണം അങ്ങനെ പറഞ്ഞവരുണ്ട്. NV സാലിം ഖാനെ കുറിച്ച്, മെക്കാനിക്കൽ എഞ്ചിനീയർ, ആ പണിയെടുത്താ മതി, നീ പണ്ഡിതനല്ല, വിട്ടിച്ചമേ വങ്കച്ചമേ നിന്റെ പേരോ സാലിം എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. ഈ ആള് തന്നെ എന്നെ പറ്റിയും സാജിദിനെ പറ്റിയും പറഞ്ഞെന്തറിയോ? സമസ്തക്കാർ ഒരുപാട് കാലം ഛർദിച്ചു തുപ്പിയ ഒരു ക്ലിപ്പിംഗ് എന്തറിയോ? പാറക്കോറി പണിയെടുക്കുന്നവരും ചുമട്ടുതൊഴിലാളിയും മതം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇവരുടെ ലീഡർ പറഞ്ഞ, ഈ രണ്ടാൾക്കൊരു ലീഡർ ഇല്ലേ, അയാള് പറഞ്ഞതാ. അപ്പൊ എവിടെ എത്തി? ഇനി നമുക്ക് വേണേ പറയാലോ. ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ ISMന്റെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറിനെ കുറിച്ച് പറഞ്ഞ CP സലീംക്കാരെ കുറിച്ച്. പിന്നെ ആരുണ്ടാവും ഇവിടെ? ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ ഇവര് പരിഹസിക്കില്ല എന്നൊന്നും വിശ്വസിക്കണ്ട കേട്ടോ. കാരണം ഇപ്പൊ പറയുന്നറിയോ? യാ ഇബാദല്ലാ എന്നത് സൽസബീലിൽ ലേഖനായിട്ട് പാലത്ത് എഴുതി. പാലത്ത് മുഹമ്മദിനി അത് കുട്ടിയായിരുന്ന കാലത്തല്ലേ എന്ന് ഇപ്പൊ പറയണ്ടത്രേ. ഉമർ വലിയ കുട്ടിയാ. ഉമർ വലിയ പറഞ്ഞ് പാലത്ത് എഴുതിയത് എന്റെയും കൂടെ അഭിപ്രായമാണ്, എന്റെ അഭിപ്രായമാണ്. അപ്പൊ എല്ലാരെയും തള്ളി. സലാം സുല്ലമി എഴുതി, ചെറിയ മുണ്ടം എഴുതി. മലക്കും ചിഹ്നം കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ളതാണ്, അപ്പുറത്തുള്ളതല്ല. എല്ലാ സിറ്റികളുടെ അവസ്ഥ അഭൗതിക. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോ, തെളിവ് പ്രകാരം എങ്ങനെ ചിന്തിച്ചോ? മലക്ക് അഭൗതികമാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചോ, ജിന്ന് അഭൗതികമാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചോ. അപ്പൊ ബദറില് അഭൗതികമായ മലക്കുകളുടെ സഹായം സ്വീകരിക്കുക വഴി നബിയും സാബത്തും മുശ്രിക്കാവൂലേ? കാരണം അഭൗതികമായ മലക്കിന്റെ സഹായം ഭൗതികാണോ അഭൗതികാണോ? ഭൗതികാണോ അഭൗതികാണോ? അഭൗതിക സിറ്റിയുടെ സഹായം ഭൗതികമാണോ അഭൗതികമാണോ? ഇനി ഇതൊക്കെ കേട്ട നാളെ ദിനെങ്ങനെ മറുപടി പറയും എന്നാ ചിന്തിക്കുക. അങ്ങനല്ല അനസേ ചിന്തിക്കണ്ടേ. ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയി പശ്ചാത്തപിക്കേണ്ടത് എങ്ങനെ എന്നേ ചിന്തിക്കണ്ടേ ഉള്ളൂ. അല്ലെ നമുക്ക് എങ്ങനെ മറുപടി എടുത്തും അടുത്ത എവിടെ കിട്ടും? ഇതൊരു ന്യൂനത എന്നൊക്കെ എല്ലാം വേണ്ട. അള്ളാനെ പേടിക്കും, മത്സരമുണ്ട്, അത് ഓർക്ക്. നമ്മൾ ജനങ്ങളോട് ഇച്ചക്കില്ല എന്നൊക്കെ പറയും. നമ്മുടെ കാര്യത്തിലും അതൊക്കെ കുറച്ചൊക്കെ ഓർക്കണം, നല്ലതാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതം എന്നുള്ള ഓർമ്മ നമുക്ക് നല്ലതാണ്, എനിക്കും നിനക്കും ഒക്കെ. അതുകൊണ്ട് ഈ ദുർവ്യാഖ്യാനം കൊണ്ട് എന്തുണ്ടായത് നമുക്ക് പരിശോധിക്കാം. ഇനി അബ്ദുൽ ഖാദർ കരുവമ്പയിൽ മൂപ്പര് 3 ആഴ്ച മുമ്പ് മൂപ്പര് എഴുതിയതിന് 2.5 മൂപ്പര് ചെയ്തു. ഇനി ഇന്ന് എഴുതിയതിന് 2.5 മൂപ്പര് അടുത്ത ചെയ്തു. കാരണം എന്താണെന്നറിയോ? ആദർശമൊന്നല്ല ഇപ്പൊ ഇവർക്കൊന്നും വരുന്നത്. ഇവർക്ക് വേറെ എന്തൊക്കെയോ ചിലത് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത് കേട്ടോളൂ. നിങ്ങൾ 2007 ഫെബ്രുവരി 16 വിചിന്തനാണ് എന്റെ കയ്യിൽ. നിങ്ങൾ ആലോചിക്കണേ, 2007 അതിൽ എഴുതുകയാണ്. ഞങ്ങൾ പറയുന്ന അതേ വാദം ഇപ്പൊ ഇവർ ഇതിനെതിരാണ്. അപ്പൊ ആർക്കാ പുതിയ വാദം? അത് ജനങ്ങളെ ചിന്തിക്കുക. നമ്മൾ സാധാരണ സമസ്തക്കാരോട് മുഹമ്മദ് നബിയുടെ കാലത്ത് അബൂബക്കർ സിദ്ദീഖ് നബിദിനം കൊണ്ടാടിയിട്ടുണ്ടോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖ് കൊണ്ടാടിയിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് കൊണ്ടാടിയിട്ടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? അങ്ങനെ ഇല്ല. 3 തലമുറയിൽ ആരുണ്ടോ? അപ്പൊ അവരറിയില്ല, 3 തലമുറക്ക് ശേഷം അല്ലേ? അതെങ്ങനെയല്ലേ നബിദിനം കഴിക്കൽ? എങ്ങനെയല്ലേ പറഞ്ഞത്? 3 നൂറ്റാണ്ടിന് ശേഷം. അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങളാണോ പുത്തൻവാദികൾ, ഞങ്ങളാണോ? 3 നൂറ്റാണ്ടിൽ ഇല്ലാത്തത് പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ 3 നൂറ്റാണ്ടിന് ശേഷം പാടുണ്ട് പറയും. നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇക്കാലം അത്രയും പറഞ്ഞതിനെതിരെ ഇവര് 3 ആള് പറയും. അപ്പൊ ഏതാ പുത്തൻവാദം, ഏതാ പഴയത്? കോമൺ സെൻസ് മുജാഹിദുകൾക്ക് പറ്റ നഷ്ടപ്പെട്ടു പോകാൻ മാത്രം ശത്രുക്കൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒയഞ്ഞു കയറി എന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുപോലെ തലച്ചോറ് കംപ്ലീറ്റ് മരവിച്ചു പോയിട്ടുണ്ട്. 3 ആൾക്ക് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കി KJ-ന്റെ KNM-ന്റെ ആളുകൾക്കൊന്നും ഇത് വർക്ക് ചെയ്യാതെ പോയി എന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഭാഗം ഒന്ന് കേട്ടോളൂ. ഇതൊക്കെ മടപൂരികൾക്കും സമസ്തക്കാർക്കും മറുപടി എഴുതിയതാ. ഇപ്പോഴോ? അന്ന് ഞങ്ങൾക്കൊക്കെ മറുപടി എടുത്ത് വെറുതെ ആയിപ്പോയി. അന്ന് ഇത് എഴുതിയതിന്റെ പേരിൽ കിട്ടിയ ചിക്കിളിയോ ഹറാമിന്റെ ചിക്കിളി.
കാരണം അന്ന് ശിർക്ക് തൗഹീദാക്കി എഴുതി, അന്ന് ശിർക്ക് തൗഹീദാക്കി എഴുതി. നിങ്ങൾ അപകടം, നിങ്ങൾക്ക് ഇതിന്റെ അപകടവും ഗൗരവവും മനസ്സിലായോ? ഇനി കേട്ടോളൂ, വായിച്ചാൽ കേൾപ്പിച്ചരാ. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥിതിക്ക് അതീതമായി കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാരണം നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ള ആരും പറയില്ല. അപ്പൊ ഈ ബുദ്ധിയും വകതിരിവും അനീഫ്കാക്ക് ഇപ്പൊ നഷ്ടപ്പെട്ടു. ആര് നഷ്ടപ്പെടുത്തി? മടപൂരിസം കടെടുത്തപ്പോ ദുൽഖാദർ കരുവമ്പയിൽ ഈ ബുദ്ധി നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? ബുദ്ധിയും വകതിരിവുള്ളവരും പറയില്ല. മലക്കും ജിന്നും അവയുടെ പ്രവർത്തനം നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ലെങ്കിലും അത് അഭൗതികമാണ് എന്ന് ബുദ്ധിയും കഥയുള്ളവരും പറയില്ല. ഇപ്പൊ കഥകേടായിരിക്കാം. ആ ബുദ്ധിയും കഥയും കാണിച്ചതാ ഞങ്ങൾ പുറത്തു പോകാനുള്ള കാരണം. കഥകേട് കാണിച്ചതിനെ ഞങ്ങൾ ഉള്ളിൽ കിടക്കുകയായിരുന്നു നേതാക്കന്മാരായി. കഥകേട് കാണിക്കൂലെന്ന് വിചിന്തനത്തിൽ എഴുതി വായിച്ച് ഞങ്ങൾ പഠിച്ചപ്പോ ഞങ്ങൾ അറിഞ്ഞ കഥകേട് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നാ എഴുതി എനിക്ക് കഥകേട് ഇനി തുടരും, കാരണം ഞാൻ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ തയ്യാറാവുന്നുണ്ടെന്നാണെങ്കിൽ ആയിക്കോളൂ, നമുക്കൊരു വിരോധമില്ല. പക്ഷെ മത്സരമുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ ആത്മാർത്ഥതയുടെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞു പോയതാണോ? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഇനി കേട്ടോളി, അടുത്ത വാചകം എന്താ അറിയൂ? അത് കേൾക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സങ്കടപ്പെടേണ്ടി. പാവപ്പെട്ട അവരോടൊപ്പം ചേർന്ന മുജാഹിദുകളെ നിങ്ങളെ പറ്റി പറയാണ്, കേട്ടോളി. മുജാഹിദുകളുടെ നിലപാട് അന്നും ഇന്നും എന്നും ഇതാണ്. എങ്ങനെ? അന്നും എന്നും ഇന്നും ആണോ? അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ആ നിലപാട് സ്വീകരിച്ചവരാണ് മുജാഹിദുകൾ. അല്ലാത്തോലോ എന്താ പറഞ്ഞേ? മലക്കും ജിന്നും ഇനി എന്തിവിടെ പ്രവർത്തിച്ചാലും അത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്താണ് എന്ന് വകതിരിവുള്ളോ പറയില്ല. ഈ വിശ്വാസമാണ് മുജാഹിദക്ക് അന്നും ഇന്നും എന്നും. അപ്പൊ ഇവിടെ ആരാ മുജാഹിദുകൾ? അബ്ദുൽ ജബ്ബാർ മൗലവി, സക്കരിയ സുലൈ, അതുപോലെ കുറെ ആളുകൾ, അവരോടൊപ്പം ചേർന്ന മുഴുവൻ ആളുകളും അവരാണ് മുജാഹിദുകൾ. ഇനി പറയൂ, മുജാഹിദ് പ്രസ്ഥാനത്ത് നിങ്ങളെ തെറ്റിച്ച ഈ മൂവരെ ഇനി നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് വകതിരിവുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. കഥ ഉള്ളോ പറയില്ല. അപ്പൊ നിങ്ങൾക്ക് കഥ ഉണ്ടാക്കി തരുന്ന ഞങ്ങളെ നിങ്ങൾ കല്ലെറിയരുത്. കഥകേടിലായിപ്പോയ നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന ഞങ്ങളെ നിങ്ങൾ കല്ലെറിയരുത് എന്നെനിക്ക് നിങ്ങളോട് അപേക്ഷയുണ്ട്. ഇനി യാ ഇബാദല്ലയുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ച എങ്ങനെ പോകുന്നത്, നമുക്ക് അതും ഒന്ന് പരിശോധിച്ചാടാ. ഉമർ മൗലവിനെ പോലുള്ളവർ ഇത് പറഞ്ഞിട്ടുണ്ടോന്നാ? സൽസബീൽ വന്നതിന് ശേഷം തൊടണില്ല. എങ്ങനെ പിടിച്ചു കെട്ടിയിട്ട് യാ ഇബാദല്ലയിൽ വരുന്നില്ല. യാ ഇബാദല്ലയിലെ യാ ഇബാദല്ലാഹീനൂനി എന്ന ദുർബല ഹദീസിന്റെ മത്തിനിൽ ശിർക്കുണ്ട് എന്ന് മൂവാറ്റുപുഴ വാദിച്ചിട്ട് അതിലാദ്യം പറഞ്ഞതിൽ പ്രാർത്ഥനയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴോ ഉണ്ട്. അത് പറയാത്തൊരാളും മുജാഹിദാവൂല. എങ്ങനെയുണ്ട് നമ്മൾ ആലോചിക്കണ്ട. ഇനി ഇവിടെ പയ്യോളയിൽ ഒരു മുസ്ലിയാരോട് മുജാഹിദ് പ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യം കേട്ടു. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ആണെങ്കിൽ അത് ഖുർആനിന്റെയും സഹിഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാമോ? ഏത് കാലത്തും നമ്മൾ അവരോട് ചോദിച്ച ചോദ്യമാണ്. അതിനവർ തെളിവ് ധരിച്ചിരുന്നു. ഒരു കാര്യങ്ങളൊക്കെ ഓർക്കണം. 971 ചോദ്യം. 971 ഓഗസ്റ്റിലാണ് ഈ ചോദ്യം. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ചിന്തിക്കുക, വായിച്ച് കേൾപ്പിക്കാം ഞാൻ അതിനുള്ള മറുപടിയിൽ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക്. എന്നിട്ട് നമുക്ക് ആ മറുപടി പൂർണ്ണമായിട്ട് വായിച്ചിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. എന്നിട്ട് നമുക്കതിന്റെ ഓരോ പോയിന്റ്. സുന്നി മുസ്ലിയാർ അയാളെ വാദാട്ടോ. ഇബ്നു സുന്നിയും ത്വബറാനിയും നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആളില്ലാത്ത വല്ല സ്ഥലത്തും പെട്ട് വല്ല സാധനവും നഷ്ടപ്പെട്ടു പോവുകയോ സഹായം ആവശ്യമായി വരികയോ ചെയ്താൽ, ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം. മൊയ്ലിയാര് സാധനം നാക്കാനുള്ള കാരണം ഏത് നിലക്കും വിളിക്കാം. മൊയ്തീൻ ശൈഖിനെയും അമ്പർന്നങ്ങളെയും ഒക്കെ സ്ഥാപിക്കാനാണ്. സാധനം നല്ല റിസ്ക്, ഒന്നെങ്കിൽ വാഹനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി അറിയാതെ പോവുക. ലൈഫായ ഹദീസ് പോലും അങ്ങനെയാണ്. ഏതോട്ടെ അയാൾക്ക് ചില ഉദ്ദേശം ഉണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലോ ഏത് കാലത്ത്. ആവശ്യമായി വരികയും ചെയ്താൽ, ഓ അല്ലാഹുവിന്റെ അടിമകളെ,
സഹായിക്കണേ എന്ന് പറയണം. നിങ്ങൾ കാണാത്ത ചില അടിമകൾ അല്ലാഹുവിനുണ്ട്. ഇബാദുൻ ലാ നറാഹു. അയാൾ ഉദ്ധരിക്കരുത്. ഇതാണ് അയാൾ കൊണ്ടുവന്ന ഹദീസ്. ഇതോ ദുർബലമാണ്. എനിക്ക് കേട്ടോളൂ, ഇതിന് മറുപടി എഴുതുകയാണ്. 971 ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇത് ഇപ്പൊ ചില കുട്ടികൾ കൊണ്ടുവന്നാണ്, ഇപ്പൊ ചില ആളുകൾ കൊണ്ടുവന്നാണ്. ആണോ ഉമർ മൗലവി കുട്ടിയായിട്ട് ഇപ്പൊ കുട്ടി മൗലവിയായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാ? ആണോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പടച്ച തമ്പുരാനെ കണ്ടുമുട്ടണം എന്നുള്ളൊരു ബോധത്തിൽ നിന്ന് വിട്ട് പടപ്പുകളുടെ കൂടെ ഒട്ടി നിന്ന് ജീവിച്ചു സുഖിക്കണം എന്നുള്ളൊരു ബോധത്തിലേക്ക് അതൊരു മാറിപ്പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞേക്കുക. ആദർശ പ്രസ്ഥാനത്തെ നശിപ്പിക്കരുത്. നിങ്ങൾക്ക് വേണ്ട എന്തും ഞങ്ങൾ ദുനിയാവ് ചെയ്തു, പക്ഷെ ഈ പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് കളിക്കുക. ഞങ്ങളങ്ങൾ പിടിച്ചു പുറത്തിട്ടോളി. ആ എന്തുകൊണ്ട് ഇട്ടു എന്നുള്ളത് ആളുകൾക്ക് ഏറെക്കുറെ തിരിയുന്നുണ്ട്. തിരിയുകയും ചെയ്യേനി. ഒരു മാസം ലാസ്റ്റ് അവസാനിക്കുമ്പോൾ ആളുകൾക്ക് തിരിയും. ഹദീസ് നിഷേധികൾക്ക് മഹത്തായ സ്ഥാനം കൊടുക്കാനായിരുന്നത്, അതിനെ എതിർത്താണ് ഞങ്ങൾക്കൊക്കെ ഉള്ള കുറ്റമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് കേട്ടോളി മറുപടി. ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. അത് വായിക്കുന്ന ഒരു കാര്യം പറയാം. ഇത്രയും പറഞ്ഞാ പോരെ? ചത്ത പശുവിന്റെ അതിനെ പിന്നെ സൂപ്പ് വെക്കാൻ നോക്കണമെന്നാണ് ഇസ്ലാഹിലെ എഡിറ്റർ ലേഖനം. ഇസ്ലാമിലെ എഡിറ്റർ ലേഖനം എന്താ നോക്കേ? ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല, പശു ചത്തു തർക്കമില്ല, ഇനി അതുകൊണ്ട് സൂപ്പ് വെക്കാവോ എന്നൊരു ചർച്ച വേണോ? ഉമർ മൗലവി നടത്തിയ ചോദ്യം ആരോടാ? ഉമർ മൗലവിനോട്. പിന്നെ ആരോടാ? മുഹദ്ദിസുകളോട്. പിന്നെ ആരോടാ? ലജ്നത്തു ദായിമയോട്. പിന്നെ ആരോടാ? അൽബാനിയോട്. പിന്നെ ആരോടാ? ഇബ്നു ബാസിനോട്. പിന്നെ ആരോടാ? മഹാനായ പിന്നെ കണ്ണു കാണാത്ത ആലു ഷെയ്ഖിനോട്, ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാരോട്, KP-യോട്, അതുപോലെ ഉമർ മൗലവിയോട്, ചെറിയ മുണ്ടത്തോട്, എല്ലാം അവരൊക്കെ ഇവർ താറടിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിസ്സാര കാര്യമല്ല. ഇപ്പൊ കള്ളപ്രചരണം കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊക്കെ ഒരു ദേഷ്യം തോന്നും. പക്ഷെ പിന്നീട് തിരിച്ചു പോരാൻ പറ്റാത്ത വിധം നിങ്ങളും നിഷേധികളായി പോകുമ്പോൾ അള്ളാഹ് സീല് വെച്ച് നിങ്ങൾക്ക് പിന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ശരി. ഖതമല്ലാഹു അലാ ഖുലൂബി എന്നുള്ള നിങ്ങൾ ഇപ്പൊ എത്തിയിട്ടില്ല, അവരോടൊപ്പം ചേർന്ന് വരും. അവരെത്തിയിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങളുടെ കാര്യം അതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിസ്സാര കാര്യമല്ല. ഇപ്പൊ കള്ളപ്രചരണം കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊക്കെ ഒരു ദേഷ്യം തോന്നും. പക്ഷെ പിന്നീട് തിരിച്ചു പോരാൻ പറ്റാത്ത വിധം നിങ്ങളും നിഷേധികളായി പോകുമ്പോൾ അള്ളാഹ് സീല് വെച്ച് നിങ്ങൾക്ക് പിന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ശരി. ഖതമല്ലാഹു അലാ ഖുലൂബി എന്നുള്ള നിങ്ങൾ ഇപ്പൊ എത്തിയിട്ടില്ല, അവരോടൊപ്പം ചേർന്ന് വരും. അവരെത്തിയിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങളുടെ കാര്യം അതല്ല. നമ്മളിപ്പോ സാധാരണ പേരോടിന് മറുപടി പറയുമ്പോൾ പേരോട് നാളെ തന്നെ SSF ISM ആവും എന്ന് വിചാരിച്ചിട്ടല്ല. അല്ല, അയാളെ ചുറ്റിപ്പറ്റി വഞ്ചിതരായ മനുഷ്യരെ മോചിപ്പിക്കാനാണ്. അതോടൊപ്പം നിങ്ങളോടും പറയണം, ഈ ഹദീസ് ബലഹീനമാണ്, തർക്കല്ല. അവിടെ നിർത്തിയാ പോരെ? 971 അവിടെ നിർത്തിയാ പോരാ. കാരണം സഹീഹാണ് എന്ന് സങ്കല്പിച്ച് അമൽ ചെയ്ത മഹാന്മാരുണ്ട്. അപ്പൊ സമസ്തക്കാർ വീണ്ടും ചോദിക്കും, ശരി മൗലവി ഹദീസ് ദഈഫാണ് നിങ്ങൾ. അപ്പൊ ഇമാം അഹ്മദ് ഹംബലി സഹീഹാണെന്ന് കണ്ട അമൽ ചെയ്തിട്ടുണ്ടല്ലോ, മുപ്പര് മുശ്രിക്ക എന്ന് ഹനീഫ് പറഞ്ഞ പോലെ പറയാൻ കഴിയില്ല. കാരണം മത്സരണ്ട്. അതാണ്, അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെ പറയണമെങ്കിൽ മഹാന്മാരെ കുറിച്ച് അറിവ് വേണം. അറിവില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. അത് നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് അറിവില്ല സ്ഥാപിക്കലായിരിക്കും അടുത്ത ദിവസത്തെ പണി. അവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. മനസ്സിലായോ? ഇനി നിങ്ങൾ കേട്ടോളി, ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. കാരണം ഇതിന്റെ പരമ്പരയിൽ സയ്യിദ് ബിൻ അലി എന്ന ആൾ ഉത്ബയെ കണ്ടിട്ടില്ല. അതിനാൽ സനദ് ഇടമുറിഞ്ഞത് നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. മജ്മൂ സവായിദ് അവിടെ നിർത്തിയ പോരെ? അവിടെയും നിർത്തിയില്ല. കാരണം ഈ ഹദീസ് സഹീഹാണെന്ന് കണ്ട് അമലി ചെയ്തവരുടെ പേര് പറഞ്ഞ് ഈ സമസ്തക്കാർ മൊയ്തീൻ ശൈഖിനെ വിളിപ്പിക്കും, മമ്മറതങ്ങളെ വിളിപ്പിക്കും. അതുവഴി അവർ ശിർക്കിലായി മരിച്ചു പോകും. ആ അപകടം വരരുതേ എന്ന് സലഫി പണ്ഡിതന്മാർ ലോകം ഒന്നടങ്കം തീരുമാനിച്ചു. നിങ്ങൾ തിരിച്ചറിയും. ഇനി കേട്ടോളൂ, ഇനി ഹദീസ് സഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെ ഏത് വിചിന്തനത്തിലെ ലേഖനം എന്താ? പശു ചത്തു, പിന്നെ കൊണ്ട് സൂപ്പൊക്കാവുമെന്ന് ചർച്ച വേണോ? കേട്ടോളെ, ആ സൂപ്പ് ഏതാ? ഇനി ഹദീസ് സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ ഇതിനെ കുറിച്ചാ പറയുന്നത്. സൂപ്പ്, പശു സൂപ്പ് വെച്ച്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇനി ഹദീസ് സഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇപ്പൊ ഇവര് പറയണതോ മൊയ്തീൻ ശൈഖിനെ രക്ഷിക്കണേന്ന് പറയുന്ന പോലെ തന്നെ ജിന്നെ രക്ഷിക്കണേന്ന് പറയാൻ അതെ ഇവരുടെ വാദപ്രകാരം എന്താ വരിക? മൊയ്തീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന് പറയുന്നതിന്
എതിർക്കുന്നത് പോലെ ഈ വിഷയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഇബാദുല്ലാ നറാഹു എന്നുള്ള വിഷയത്തിൽ വന്നിട്ടുള്ള ആ കാര്യം ഇതുപോലെ ശിർക്കാണ്. ഇവിടെ പറയുന്നതോ പണ്ഡിതന്മാര് പറയുന്നതോ നിങ്ങൾ മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിക്കാൻ ഇത് തെളിവാക്കിയല്ലോ, അതിന് തെളിവല്ല. ഈ വിഷയമായിട്ട് അതിനൊരു ബന്ധവുമില്ല. ഈ വിഷയത്തിൽ എന്താ ഉള്ളത്? അതെന്തിനാ അത് പറയുന്നത്? ചത്ത പശുവിന്റെ ജാതകം നോക്കുക അല്ല, മുസ്ലിമീങ്ങൾ മുശ്രിക്കായി മരിക്കാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുക. ആ പോയിന്റ് ഞാൻ ഒന്നുകൂടി പറയുന്നു. മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം ശിർക്ക് ചെയ്ത് മരിക്കാതിരിക്കാൻ ശിർക്കിനോട് വെറുപ്പുള്ള തൗഹീദിനെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാരേതു. മൂവാറ്റുപുഴ പോയവർക്ക് പ്രശ്നമല്ല. കാരണം തൗഹീദ് പറയേണ്ട കാലത്തും ഫോൺ ഓഫ് ആക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഡേറ്റ് കൊടുത്തിട്ട് പല നാട്ടിലും പോകാത്തോലാവൂല് രണ്ടാള്. അത് നിങ്ങൾക്കൊക്കെ അറിയാം. കേരളത്തിൽ ഞാൻ മംഗലാപുരത്ത് പോയി, ഞാൻ ഈ ചോദ്യം ചോദിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ കിളർന്നുള്ള ഓല് രണ്ടാളും ഡേറ്റ് ഏറ്റാ വരികയില്ല. വരികയാണെങ്കിൽ തന്നെ ആ സംഘാടകൻ മൗത്തായി കിടക്കുന്നുണ്ടാവും. ചിലപ്പോ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടിട്ട് ഒന്നെങ്കിൽ ഫോൺ ഓഫ് ആക്കി അല്ലേ വരൂല. ഉണ്ടായ 3-4 സംഭവങ്ങൾക്കാണുള്ള അവസ്ഥ എന്താ? എത്തിപ്പോയി എന്നറിയും. അവസാനം ഫോണോട്ട് ഓഫ് ആക്കിയിടും. അങ്ങനത്തെ എത്ര സംഭവങ്ങൾ ഒത്തിരിക്കേണ്ട കേരളക്കരയിൽ. അപ്പൊ ഇവർക്ക് തൗഹീദിനോടും ശിർക്കിനോടും ഒന്നല്ല, ഇവർക്ക് അന്നും വേറെന്തോ താല്പര്യം ഉണ്ടായിരുന്നു. ഇന്നും അതുണ്ടെന്നേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഞങ്ങളൊന്നും അങ്ങനെയല്ല. ഞങ്ങൾ പോകാൻ പറ്റില്ലേ, വിളിച്ചങ്ങോട്ട് പറയും. ഇന്ന കാരണങ്ങൾക്ക് വരാൻ കഴിയില്ല, ഇന്ന ആളെ അയക്കുന്നു ഇല്ലാന്ന് പറയട്ടെ. ഫോൺ ഓഫ് ആക്കിയിട്ടൊരു പരിപാടി ഏറ്റിട്ട് തീരെ ഒരു റെസ്പോൺസും ഇല്ലാത്തൊരു സംഭവം ഉണ്ടായി എന്ന് പറയട്ടെ. ഒറ്റ സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പെടയ്ക്കും ഇത് ഏറ്റാല്. മനസ്സിലായി? ഇപ്പൊ എല്ലാരെയും മുശ്രിക്കാക്കാൻ വേണ്ടി ഓരോ ഒഴിവില്ലല്ലോ. സാധാരണ മുശ്രിക്കുകളെ മുവഹിദാക്കാനാ മുജാഹിദുകൾ ജീവിച്ച്. ഇപ്പോഴോ മുജാഹിദുകൾ എത്ര പേരെ മുശ്രിക്കാക്കാൻ നമുക്ക് സമ്മേളനം വിജയിപ്പിക്കാൻ പറ്റും എന്ന്? ഇത് 26-ാം തീയതി തലേന്ന് വരെയുള്ള വയലെന്താ? ഇന്നവരൊക്കെ മുശ്രിക്കാ കണ്ടോ? സത്യത്തിൽ മുശ്രിക്കുകളെ ഒരു സമ്മേളനത്തിന്റെ അവസാന എത്തുമ്പോഴേ കേരളത്തിലുള്ള അവസ്ഥ എന്താ അറിയോ? ആയിരക്കണക്കിന് ശിർക്ക് ചെയ്തവർ മുവഹിദുകളായിട്ടുണ്ടാവും. അമുസ്ലിങ്ങളിൽ വരെ ഇസ്ലാമിൽ അങ്ങനെ ഒരു അനുഭവം ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇല്ല കൂട്ടരെ, മറിച്ച് മുവഹിദുകളുടെ മനസ്സിനെ വേദനിപ്പിച്ചു വരെ. ഇനി ബാക്കി ഞാൻ തുടർന്ന് ഇടമുറിയാതെ വായിച്ച് കൽപ്പിക്കാം. ഹദീസ് സഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദം എന്താണ്? മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നതാണല്ലോ. അല്ലാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. ഒരു വിജനപ്രദേശത്ത് ഒറ്റക്ക് അകപ്പെട്ട് വിഷമം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയിക്കപ്പെടുത്തുകയും ചെയ്തു. ഈ സന്ദർഭത്തിലല്ലാതെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ യാ ഇബാദല്ലാ എന്ന് പറയാൻ പാടില്ല. ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ മരുഭൂമിയിൽ വഴിതെറ്റുകയോ മൃഗം നഷ്ടപ്പെടുകയോ ചെയ്താൽ യാ ഇബാദല്ലാ എന്ന് പറയുകയല്ലാതെ വേറൊന്നും ചെയ്യരുത്. തീർന്നില്ല. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുക. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിലകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അല്ലാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനെ സഹായിക്കാൻ വന്നുമെത്തുമെന്ന് പ്രതീക്ഷിക്കാം. എങ്ങനെ സുബ്ഹാനല്ലാഹ്, എങ്ങനെ മലക്കും ജിന്നും സഹായത്തിനെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഈ ഹദീസിലെ ഉപദേശം. ഉണ്ടോ? എന്ത്? മലക്കും ജിന്നും സഹായിക്കാൻ എത്തിയേക്കാം ആ ഗതിമുട്ടിയ മുഅ്മിനിനെ. അതിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞ് അതിൽ ശിർക്കും കുഫ്റും ഇല്ല. അതിനെന്താ തെളിവ്? അടുത്ത കേട്ടോ. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊയ്തീൻ ശൈഖെ എന്ന് രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ല എന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫിറായിപ്പോയി എന്ന് പറഞ്ഞാൽ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അത് മലക്കും ജിന്നുകൾ, ഹാലിറായ മലക്കും ജിന്നുകൾ. അതിൽ കുഫറില്ല. മൊയ്തീൻ ശൈഖെ എന്നുള്ള വിളിയിൽ കുഫറുണ്ട്. ഇനി പറയും പാലത്ത് അബ്ദുറഹിമാൻ മദനി അത് എഴുതി. അപ്പോ ഇത് എഴുതിയപ്പോ അബ്ദുറഹിമാൻ മദനി എല്ലാരും വിളിച്ചപ്പോ ആകെ ബേജാറായി. കുറച്ചൊക്കെ ഒരു ശുദ്ധനാണ്. അപ്പൊ ആകെ ബേജാറായി. അങ്ങനെയൊക്കെ പറ്റിപ്പോയിട്ടുണ്ടോ, അത് എന്താ നോക്കണം ആകണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ വിളിച്ചപ്പോ മൂപ്പര് പറയാണ്, എന്തായാലും ഞാൻ കായക്കൊടിനെ വിളിച്ചിട്ടുണ്ട്, അത് നമുക്ക് വ്യാഖ്യാനം ചൊപ്പിക്കാന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അതിനല്ലേ ഞങ്ങൾ മൂന്നാൾ ഇവിടെ, നിങ്ങൾക്ക് എന്തോ ഹറാമോ ഹലാലോ ഞങ്ങൾ ഒപ്പിച്ചേരും, അതിനല്ല ഞങ്ങൾക്ക് കൈ വന്നിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ദീനീരംഗോ?
അത് ഞങ്ങൾ വ്യാഖ്യാനിച്ചൊപ്പിച്ചെന്നോടാ. അല്ലാഹുവിന്റെ കോടതി വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അവിടെ ഒരാളും ആക്രമിക്കപ്പെടാത്ത ആ പരലോകത്ത് ഒറ്റക്ക് നിൽക്കണ്ടേ ഹരീഫ്ക, ഒറ്റക്ക് നിൽക്കണ്ടേ പ്രിയ സുഹൃത്തെ അനസേ, എനിക്കും നിനക്കും ഒക്കെ തന്നെ. അതുകൊണ്ട് നുണ പറയരുത്, നുണ പറയരുത്. അപ്പൊ നിങ്ങൾ ആലോചിക്ക്, മൊയ്തീൻ ഷേഖ് എന്ന് വിളിച്ച കാഫിറായി പോവും, യാ ഇബാദല്ലാഹ് വിളിച്ചാൽ അതാവൂല. കാരണം അവിടെ എന്താ, മലക്കും ജിന്ന് എന്ന് വന്നിട്ടുണ്ട്, അവര് ഹാദിറുള്ളവരാണ്, ഖാദിറാണ്, ഹയ്യാണ്, അതുകൊണ്ട് വരൂല. അതാണ് അതിന്റെ വിശദീകരണം. എന്നാൽ ഹദീസ് സഹിയാണോ? അല്ല. അതുകൊണ്ട് തന്നെ അമലും ചെയ്യരുത്, അതുകൊണ്ട് അമല് ചെയ്യരുത്, അമല് ചെയ്യരുത് എന്നാണ്, ഒരു ഘട്ടത്തിലും ചെയ്യരുത്. ഞാൻ ചോദിക്കട്ടെ, ബറാഅത്ത് രാവിനെ കുറിച്ചുള്ള കുറെ ഹദീസുകൾ ഉദ്ധരിക്കല്ലേ സമസ്തക്കാര്? അതിന്റെ ബലാബലവും നിജസ്തുതിയും ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയല്? നമ്മുടെ കിതാബിലൊക്കെ, എന്റെ കയ്യിൽ അൽമനാറിന്റെ പഴയ കോപ്പി, അതിൽ ബറാഅത്ത് രാവിനെ കുറിച്ച് ചർച്ച. ആ ബറാഅത്ത് രാവിനെ അവരുദ്ധരിക്കുന്ന എല്ലാം എടുത്തു വെച്ചു, ലൈഫുകളൊക്കെ. എന്നിട്ട് ഇന്നെന്ന തകരാറുണ്ട്, ഇന്നതില്ല, ഇന്നതുണ്ട്, ഇന്നതില്ല. ഏതുപോലെ എനിക്ക് തോന്നുന്ന ഒരു ലളിത ഉദാഹരണമാണ്. അതിൽ തകരാറിന്റെ അറിവുള്ളവർ പറഞ്ഞുതരാം, ജനങ്ങൾ പഠിക്കട്ടെ. ഇപ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ എന്നാണ് ഈ അടുത്ത കാലം വരെ നമ്മളൊക്കെ പറഞ്ഞിരുന്നത്. ആ ഹദീസിന്റെ ബലാബലത്തെ കുറിച്ചൊന്നും നമുക്ക് അത്ര പാണ്ഡിത്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ വസ്തുതാപരമായി ശരിക്കും ആ ഹദീസിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാര് പറഞ്ഞു, എന്ത്, ആ ഹദീസ് ദഈഫാണ്. ഞങ്ങൾ ആരും പോയി ചെല്ലാറില്ല. ഇനി ഈ സദസ്സിൽ ഇരിക്കുന്നവർ ഇപ്പോഴും ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചപ്പോൾ, ഉച്ച കഴിച്ചപ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ ചൊല്ലിയിട്ടുണ്ടാവും. ആ ഹദീസ് ദുർബലമാണ് എന്നറിയാത്ത കാലത്തോളം ആ ഹദീസ് വെച്ച് അമല് ചെയ്തവനെ കുറ്റപ്പെടുത്തും. ശരി, ആ ഹദീസ് ലൈഫാണെന്ന് മനസ്സിലായാലോ, പിന്നെ ചെയ്താലോ ലൈഫായ ഹദീസ് കൊണ്ട് അമല് ചെയ്തതിന് ശിക്ഷ ഉണ്ടാവും. ഇനി ഒരാൾ വാദിക്കുക, ആ ലൈഫായ ഹദീസ് വെച്ച് അമല് ചെയ്ത ഒരാള് മുശ്രിക്കാണെന്ന് കൂടി വാദിച്ചാലോ, മുശ്രിക്കാണെന്ന് കൂടി വാദിച്ചാലോ? കാരണം അതില് ശിർക്കിന്റെ ഒന്നുമില്ല, പ്രാർത്ഥന അള്ളാഹിനോടാണ്, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന, ഒരു പടപ്പിനോട് പ്രാർത്ഥന ഇല്ല. എന്നിട്ടും അത് ലൈഫായി. ലൈഫാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യില്ല. പല കാര്യങ്ങളും നമ്മുടെ പൂർവികരായ സലഫി പണ്ഡിതന്മാർക്ക്, കേരളത്തിലെ സലഫി പണ്ഡിതന്മാർക്ക് നെല്ലും പതിനും വേർതിരിക്കാൻ കഴിയാത്ത കാലത്ത് അവർ ചെയ്തു പോയി. പിന്നെ അത് കിട്ടിയപ്പോ അവർ തിരുത്തി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖദീമുൻ ജദീദുമായ കൗലുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയം അതല്ല. യാ ഇബാദുള്ളയുമായി ബന്ധപ്പെട്ട വിഷയം അഖീദാപരമായ ഒരു വിഷയമാണ്, തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആ തൗഹീദിന്റെ കാര്യത്തിൽ ഈ മഹാപണ്ഡിതന്മാർക്കൊന്നും മനസ്സിലായില്ല എന്ന് നിങ്ങൾ പറയരുത്. ഇനിയിപ്പോ ആളുകൾ പ്രചരിപ്പിക്കുന്നത് അത് കുട്ടിയായിരുന്ന കാലത്ത് പാലത്ത് എഴുതിയല്ലേ, എന്നാ അതിന്റെ ഒരു ഖണ്ഡനവും കൂടി ആ സൽസബിയിൽ തന്നെ കേട്ടോടി. ഈ ചോദ്യം കിട്ടിയപ്പോൾ ഇതിന് ഖണ്ഡനം എഴുതി തരുവാനായി പുളിക്കൽ അറബിക് കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു, അബ്ദുറഹ്മാൻ പാലത്ത്. തലയെടുപ്പുള്ള സുന്നി മുസ്ലിയാക്കൾ എല്ലാവരും അവതരിപ്പിക്കാറുള്ള രേഖകളാണിവ. എന്ത്, എക്കാലഘട്ടത്തിലെയും സമസ്തക്കാര് യാ ഇബാദല്ലാഹ് പോലെയുള്ള ദുർബല ഹദീസുകൾ ഉദ്ധരിക്കാറുണ്ട്. അവരാ ഉദ്ധരിക്കണേ, നമ്മളല്ല. നമ്മൾ ഒരിക്കലും ഉദ്ധരിച്ചിട്ടില്ല. ചെറിയ കൊണ്ട് ഉദ്ധരിച്ചിട്ടില്ല, ജബ്ബാർ പോലെ ഉദ്ധരിച്ചിട്ടില്ല, അതുപോലെ ഇവിടെ ഉമർ പോലെ ഉദ്ധരിച്ചിട്ടില്ല, പാലത്ത് അവരുദ്ധരിച്ചു. അപ്പൊ നമ്മൾ അതിന്റെ വസ്തുത എന്താണ്, അതിൽ എന്തൊക്കെയുള്ള എന്തല്ലാത്തതെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോളൂ. അവ എത്രത്തോളം പര്യാപ്തമായ രേഖകളാണ്, അതായത് ആ രേഖകൾ അവരുടെ വാദം തെളിയിക്കാൻ തരപ്പെട്ടവയാണോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ ഒരു ചെറിയ വിദ്യാർത്ഥി മതി. കണ്ടോ, ഒരു ചെറിയ വിദ്യാർത്ഥിക്കും അറിയായിരുന്നു യാ ഇബാദത്തിൽ ശിർക്കില്ല. നിങ്ങൾ പറയുന്ന മൊയ്തീൻ ഷേഖിനെ രക്ഷിക്കണോ എന്ന് പറയാനുള്ള ഇതിന് തെളിവതല്ല എന്ന് ഒരു കുട്ടിക്ക് വരെ അറിയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്ക്. ഇന്നത്തെ വളരെ പ്രഗത്ഭരായ പല ആളുകൾക്കും ഇത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ, ഒമ്പിച്ച് നമ്മളൊക്കെ അംഗീകരിക്കുന്ന വലിയ പ്രാസംഗികർ, അവർക്ക് പോലും ഇത് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ, ഇത് ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് ഞാനിങ്ങനെ ചെയ്യിപ്പിച്ച എന്താ, ഞങ്ങളെ വലിയ പണ്ഡിതന്മാരൊന്നും ഇതിന് ആവശ്യമില്ല, ചെറിയ കുട്ടിക്ക് ഇത് അറിയാം എന്നിട്ട് ഉമർ മൗലവി പറയാൻ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത്. അല്ലെങ്കിൽ ഞാനേ എഴുതുക. ഉമർ മൗലവി എന്ന് ആരാന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാ. ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ഷിർക്കിലേക്ക് നയിച്ചു നിങ്ങൾ വിശ്വസിക്കോ? ഇപ്പൊ പറയുന്ന എന്താ, ജബ്ബാർ മൗലവി ഷിർക്കിലേക്ക് നയിച്ചു.
ഈ കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള സംഘടനയുടെ വിശദീകരണത്തിൽ ചെറിയ മുണ്ടമാണ് ഈ ഷിർക്കിന്റെ വാതിൽ തുറന്നതെന്നാണ്. ഏത് ചെറിയ മുണ്ടോ? 980 ഇത് എഴുതിയിട്ട് ഈ മസ്ജിദ് തൗഹീദിന്റെ മസ്ജിദിൽ ഇയാൾ ഖതീബായി. ഞാൻ ചോദിക്കുന്നു മടപൂരികളോടും അല്ലാത്തവരോടും, ഒരു ഷിർക്കിന്റെ പ്രചാരകൻ 980 ശബാബില് യാ ഇബാദല്ലയിൽ ഷിർക്കില്ല എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ഷിർക്കിന്റെ പ്രചാരകനാണെങ്കിൽ ഈ മസ്ജിദ് തൗഹീദിൽ ഷിർക്കിന്റെ പ്രചാരകനാണോ തൗഹീദി പ്രസംഗം നടത്തിയത്? വർഷങ്ങളോളം ഇത് വല്ലാത്തൊരു ചോദ്യം. ഇത് ആ ചെറിയ മുണ്ടത്തെ കൊണ്ടാണോ നിങ്ങൾ ഇവിടെ തൗഹീദ് പറയിപ്പിച്ചത്? ഒരു കാര്യം ഞാൻ പറയാം, സാത്വികനാണ് ആ മനുഷ്യൻ, നല്ലൊരു പണ്ഡിതനാണ് മനുഷ്യൻ. ചെറിയ മുണ്ടെങ്ങാനും അറബ് രാജ്യത്തെ അറബി പണ്ഡിതനായിരുന്നെങ്കിലേ നമ്മൾ കേൾക്കുമായിരുന്നു ഇബ്നു ബാസിന്റെ ഒക്കെ പട്ടികയിലേക്ക് ഉയരാൻ മാത്രം അറിവും കഴിവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, മഹാപണ്ഡിതൻ. ഞാനൊക്കെ എന്നും പ്രാർത്ഥിക്കുന്നു, ചെറിയ മുണ്ട പോലും അതറിയില്ല. ഞാനും എൻ്റെ അനുജനൊക്കെ എന്നും ചെറിയ മുണ്ടത്തിന്റെ മിക്ക ദിവസങ്ങളിൽ ഏതോ ഒരു ഗ്രന്ഥത്തിലെ പരാമർശവും പറയും. അത്ര വലിയ പണ്ഡിതൻ, അദ്ദേഹം ഷിർക്കിന്റെ പ്രചാരകനാണ്. ഉമർ മൗലവിയുടെ സെൽസബിയിലും ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തും വായിച്ച ഒരാൾ പറയോ ഷിർക്ക് മനസ്സിലായിട്ടില്ല ഉമർ മൗലവിക്ക്? നിങ്ങളൊക്കെ പറയണെന്താ? ഒരു കൊക്ക തെറ്റുപറ്റി, ഇവർ മൂന്നാളാ ശരിയെന്നോ? മനുഷ്യരെ നിങ്ങൾക്ക് എന്ത് പറ്റി? അവർക്കാർക്ക് തൗഹീദ് തിരിഞ്ഞില്ലെന്നോ? ഇത് ഗൗരവമായ പഠനങ്ങൾക്ക് വരേണ്ടതാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യവും സഗൗരവമായി പഠിച്ച് മനസ്സിലാക്കണം. ഇനി ഹാജറ ബീവിന്റെ സംഭവം മുസ്ലിയാർ ചോദിച്ചു, അതേ സെൽസബിയിൽ കേട്ടോളൂ നിങ്ങൾ മുത്തു പോലത്തെ മറുപടി. ഹാജറ ബീവിയെ കുറിച്ച് മുസ്ലിയാർ ആ സംഭവത്തെ കുറിച്ച് പറയണം. മുസ്ലിയാർ അതിങ്ങനെ വിശദീകരിച്ചു. സഫാ മർവ സംഭവം നിങ്ങൾക്ക് അറിയാൻ ഞാൻ പറയില്ല. ആ ചോദ്യം ഇവിടെ കൊടുത്തു. അതിന്റെ ഖണ്ഡന ഇതാണ് പാലത്ത്. അവിടെയും മനസ്സിലായിക്കോളെ, ഇന്ന് ഞങ്ങളോടൊപ്പമല്ല ഈ മറുപടി എഴുതിയ ആള്, ഇന്ന് ഈ മറുപടിക്കെതിരാണ് അയാൾ. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആർക്കാ തെറ്റുപറ്റി? 971 നമ്മുടെ വിശ്വാസം, നമ്മുടെ രേഖകൾ എങ്ങനെ 2012 മാത്രം അട്ടിമാറി? 2012 മാത്രം, 2011 വരെ അട്ടിമാറാത്തൊന്ന് 2012 ഒരു വ്യക്തി ഈ പ്രസ്ഥാനത്ത് പിടിച്ചടക്കി. അയാളുടെ താല്പര്യങ്ങൾ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടു. അയാൾ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന ഒരു കോക്കസ് ഉണ്ടായി. അവർ ഇതിനെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിച്ചു. മനസ്സിലായോ? എനിക്ക് കേട്ടോളൂ. ചോദ്യത്തിലെ വിഷയവും മുസ്ലിയാർ അവതരിപ്പിക്കുന്ന രേഖയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതായത് ഹാജറ ബീവിന്റെ സംഭവം മൊയ്തീൻ ഷേയെ രക്ഷിക്കണേന്ന് പറയാനുള്ളതിന്റെ തെളിവല്ല. അടുത്ത് കേട്ടോളൂ. ഹാജറ റളിയല്ലാഹു തആല അത്യധികം വിഷമം കൊടുമ്പിരിക്കൊണ്ട സമയത്ത്, ഒരു മനുഷ്യനെ കാണാൻ അങ്ങേയറ്റം കൊതിച്ച സമയത്തും ഒരു ശബ്ദം കേട്ടു. അത് ശരിക്കും പഠിക്കുങ്ങള്. ഒരു ശബ്ദം കേട്ടു. അപ്പോൾ നിങ്ങളാൽ വല്ല കഴിവുമുണ്ടെങ്കിൽ സഹായിക്കെന്നാണ് ആവശ്യപ്പെട്ടു. ഇതാണ് ഹദീസിലുള്ളത്. മൊയ്തീൻ ഷെയ്നെ വിളിച്ചു തേടുന്നത് ഈ നിലക്കാണോ? വല്ല ശബ്ദവും കേട്ടിട്ടാണോ ഇവർ തേടുന്നത്? കേട്ടോളൂ, വല്ല ശബ്ദവും കേട്ടിട്ടാണോ ഇവർ തേടുന്നത്? എന്താണ് ഈ മുസ്ലിയാർ പറയുന്നത്? ഇവരുടെ ന്യായീകരണത്തിന്റെ ഉദാഹരണമാണ് ഇതെങ്കിൽ ഇവരുടെ കാര്യം വളരെ കഷ്ടം തന്നെ. ഇപ്പൊ പറയുന്നെന്താ? ഇതേ ഉദാഹരണം അബ്ദുറഹ്മാൻ സലഫി പറയുന്നുണ്ട് ജിദ്ദയില്. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നുകൂടി ക്ലിയർ ആകാൻ, ഇത് എന്റെ പൊന്ന മുജാഹിദുകളെ, യാ ഇബാദത്തിൽ ശിർക്കില്ല എന്ന് വിശദീകരിച്ചിട്ട് സലഫി പറയാണെന്ത്, ഇത് നിങ്ങൾക്കൊന്നുകൂടി ക്ലിയർ ആകാൻ ഞാൻ ഹാജറ ബീവിയുടെ സംഭവം ഉദ്ധരിക്കുന്നു. എന്ത്? യാ ഇബാദല്ല എന്ന് പറയുന്നതിൽ ശിർക്കില്ല എന്ന് നിങ്ങൾക്കൊന്നുകൂടി ക്ലിയർ ആകാൻ ഇനി പറയൂ. സെൽഫി ജിദ്ദയിൽ ചെയ്തത് നിങ്ങളുടെ വാദപ്രകാരം ശിർക്കിന്റെ പ്രചാരമല്ലേ? എന്തേ നിങ്ങൾ ശിക്ഷാ നടപടി എടുക്കാത്ത? ഈ വെർലിന്റെ വലുപ്പത്തിൽ ഒരു കത്തെങ്കിലും എഴുതി കൊടുക്കാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടായോ? ഇതിനാ ഹിസ്ബിയത്ത് എന്ന് പറയുന്നത്. ഇതിനാ ഹിസ്ബിയത്ത്. ഞാൻ കടപ്പുറത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, മൂപ്പരത് തന്നെ. ഇവിടെ ഞാൻ ആവർത്തിക്കണില്ല. സഹോദര, നമുക്ക് എന്ത് കേട്ടോളൂ. അപ്പോൾ നിങ്ങളാൽ വല്ല കഴിവുണ്ടെങ്കിൽ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. ഇതാണ് ഹദീസിലുള്ളത്. മൊയ്തീൻ ഷെയ്നെ വിളിച്ചു തേടുന്നതിന് ആ നിലക്കാണോ? വല്ല ശബ്ദവും കേട്ടിട്ടാണോ? എന്നിട്ടോ ബുഖാരിയിൽ ഇനിയും ധാരാളം തെളിവുകളുണ്ട് എന്നാ മുസ്ലിയാർ പറയുന്നത്. കൂട്ടത്തിലെ ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കുമല്ലോ എടുത്തു പറഞ്ഞത്. അതിന്റെ സ്ഥിതി തന്നെ ഇങ്ങനെയെല്ലാമാണെങ്കിൽ ഇനി പറഞ്ഞു മെനക്കെടണ്ട. ഇൽമ പഠിച്ചിട്ട് വഴിവെച്ചു പോവുക എന്ന് കേൾക്കാറുണ്ട്. അതിന്റെ നല്ലൊരു ഉദാഹരണം മുസ്ലിയാരുടെ ഫത്വയിൽ കാണാൻ നമുക്ക് സാധിച്ചു. അബ്ദുറഹ്മാൻ മദനി പാലത്തെ മദീനത്തുൽ അറബി കോളേജ്, അന്ന് മദനിന്ന് ഉണ്ടാവൂല, കാരണം അന്ന് മദനി പട്ടത്തിന് പഠിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായവർ കണ്ടോ, അന്നത്തേലും മദനി ഇല്ല, ഔ കട്ട് ചെയ്ത് എന്ന് പറയണ്ട.
മനസ്സിലായോ? പാലത്ത് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ വേറൊരു അബ്ദുറഹ്മാനാണെന്ന് നാളെ പറയാതിരിക്കാൻ. മനസ്സിലായി? നമ്മുടെ മുൻ ട്രഷറർ. നിങ്ങൾ ആലോചിക്കും, ഇപ്പോ ഈ പറഞ്ഞ 71 വാദത്തിൽ ഞങ്ങളാണോ അവരാണോ? ചിന്തിക്കുന്നവർക്കായി. മനസ്സിലായോ? കാര്യങ്ങൾ പഠിക്കുന്നവർക്ക് കൃത്യമായി. ഇനിയും ഇതൊക്കെ ധിക്കരിച്ചു പോകാനാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒറ്റക്ക് വരും റബ്ബിന്റെ കോടതിയിൽ, ഒറ്റക്ക് വരും അള്ളാന്റെ കോടതിയിൽ. ഇനിയോ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും രസകരമായി കേൾക്കണ്ടേ? KJU-നെ തള്ളി, KNM-നെ തള്ളി. ആരാ KJU-നെ തള്ളിയത്? ഹനീഫ് ഖാ തള്ളി. എന്താ രേഖ? ഹനീഫ് ഖാന്റെ രേഖ തന്നെ. ഹനീഫ് ഖായും ഫൈസൽ മുസ്ലിയാരും KNM മുമ്പിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചിരുന്നു. പോയക്കലെ ജിന്നിന്റെ പ്രബന്ധം അല്ല, യാ ഇബാദല്ലാ. ഇപ്പൊ പോയക്കലെ ജിന്നില ഞാൻ വേറെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. പുഴക്കലെ ജിന്ന് കൂടിയാ. കാരണം എന്തറിയോ? കിട്ടിപ്പോയി പിടിക്കാൻ. യാ ഇബാദല്ലാ തൊട്ടാ പൊള്ളും, പറഞ്ഞ കുടുങ്ങും, നേതാക്കന്മാരെ മുഴുവൻ മുശ്രിക്കാക്കേണ്ടി വരും. എന്നാലേ യാ ഇബാദല്ലയാണ് ജമിയത്തിന് മുമ്പിൽ ചർച്ച. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കളിപ്പിച്ചു നിങ്ങൾക്ക്. 26/12/2011 നടന്ന കേരള ജമിയത്തുൽ ഉലമ ദൗറയുടെ നിർദ്ദേശപ്രകാരം ജിന്നിനോടുള്ള സഹായം നേട്ടം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനം. പുഴക്കരയിലെ ജിന്നല്ല, അല്ല, ജിന്നിനോടുള്ള സഹായം നേട്ടം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ദൗറയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഇനി നമുക്ക് പരിശോധിക്കാം. ഇതിന്റെ 10ാമത്തെ പേജ് ഞാൻ നിങ്ങൾക്ക് ആദ്യം വായിച്ച് കളിപ്പിച്ചു. ഇതിന്റെ പേജ് 10. ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഫത്വകളിലും ജിന്നിനോടുള്ള സഹായം നേട്ടത്തെ കുറിച്ച് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. വസീലത്തുൽ ശിർക്കെന്നോ വസായിലുൽ ശിർക്കെന്നോ ഒക്കെ രേഖപ്പെടുത്തിയിട്ട് കാണാൻ കഴിയും. മൊത്തത്തിൽ ജിന്നുകളോടുള്ള എല്ലാതരം സായന്തേട്ടങ്ങളെ കുറിച്ചുമല്ല ഇത്തരം പ്രയോഗങ്ങൾ. അതുപോലെ ഈ പ്രവർത്തനത്തിന്റെ ഗൗരവം കുറച്ചു കാണിക്കാനുമല്ല, മറിച്ച് വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ച സാധ്യത മാത്രമാണ്. ഇനി കേട്ടോളി, ഇതിന്റെ 16ാമത്തെ പേജ്. ഇതിന്റെ 16ാമത്തെ പേജ്. അല്ലാതെ അവിടെ ശിർക്കാണെന്ന് അടിച്ചു പൊളിച്ച് എഴുതുകയല്ല. അത് പണ്ഡിതോചിതമായ അന്നവര് നടത്തിയ ചർച്ച. യാ ഇബാദല്ലാഹീനൂനി എന്ന ഹദീസിന്റെ സനദിനെ കുറിച്ചുള്ള ദീർഘമായ ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. ഈ ഹദീസ് ദുർബലമാണെന്നതിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടു. സൂക്ഷ്മ പഠനത്തിന് ഷെയ്ഖ് അല്ലാമ നാസറുദ്ദീൻ അൽബാനിയുടെ സിൽസിലത്തുൽ ഹദീസ് ദഈഫ എന്ന ഇത് വായിക്കുക. അതിന്റെ നമ്പർ 615. എനിക്ക് അതാണ് ഞങ്ങൾ പറയുന്ന അത്രയേ ഉള്ളൂ. ജമിയത്തുൽ ഉലമ ആവശ്യപ്പെട്ടു പണ്ഡിതന്മാരായ യുവ പണ്ഡിതന്മാരോട് പ്രബന്ധം അവതരിപ്പിക്കാൻ. അവരവതരിപ്പിച്ച പ്രബന്ധത്തെ 2012 അട്ടിമറിച്ചു. അതാരാ? അത് കണ്ടുപിടിച്ച പ്രസ്ഥാന പ്രശ്നം തീർന്നു. ആ അട്ടിമറി വീരനാരാ? ജമിയത്തുൽ ഉലമയുടെ മുമ്പിൽ പണ്ഡിതന്മാർ അവതരിപ്പിച്ച ഈ കിതാബിനെ, ഈ രേഖയെ അട്ടിമറിച്ച ആ അട്ടിമറി വീരനാരാ? അത് നമ്മൾ അറിയണം. കേട്ടോളൂ. ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും, എങ്ങനെ ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥനയ്ക്ക് ഇത് തെളിവല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കുക പാരഗ്രാഫ് മുജാഹിദുകളെ, അഭിപ്രായ ഭിന്നതയുള്ളവരെ, ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരെ. ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇത് തെളിവല്ല എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൽ പ്രാർത്ഥനയില്ല. ഈ ഹദീസിൽ പ്രാർത്ഥന ഇല്ല. ഇപ്പൊ നിങ്ങൾ പറയണോ ഈ ഹദീസിൽ പ്രാർത്ഥന ഉണ്ട് 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 എന്നാണ് എനിക്കിപ്പോൾ ജാമ്യയിൽ ആക്രോശിക്കാനുള്ളത്, അട്ടഹസിക്കാനുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ അട്ടഹാസമൊക്കെ നിങ്ങൾ കേട്ടല്ലേ? അല്ലെ? എനിക്ക് കേട്ടോളൂ. പ്രാർത്ഥനയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ അതിനുള്ള ന്യായോ തെളിവ്? അത് നിങ്ങൾ പറയണം. ഇനിയോ യാ ഇബാദല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. കണ്ടോ? അവരെ നെഞ്ഞത്ത് കുതിര കയറില്ല. നാം കാണുന്നില്ലെങ്കിലും അവയെ ഹാദിറായി പരിഗണിക്കണം എന്നാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം. എന്നാൽ സൂക്ഷ്മവും പ്രമാണവുമായ അഭിപ്രായങ്ങൾ നാം നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. കാരണം ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും ജിന്നിനോടും മലക്കിനോട് ഇത് പറഞ്ഞ് തേടരുത്. അത് നമ്മുടെ വിശദീകരണമാണ്. നമ്മൾ ആരും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഏത് പുഴക്കരയിലാകട്ടെ, ഏത് തോട്ടിലാവട്ടെ, ഏത് കാട്ടിലാവട്ടെ, ഏത് ബിൽഡിങ്ങിന്റെ മുകളിൽ വീഴട്ടെ, ഒരു ജിന്നിനോടും
അതൊക്കെ കസ്റത്ത് സുവാലുകളാണ്, അധികരിച്ച ചോദ്യങ്ങളാണ്, സാങ്കല്പിക ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് അവരോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഈ വസ്തുത നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനിയോ പുഴക്കരയിലെ ജിന്നുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പൊ പിടിച്ചിരിക്കണേ. സത്യത്തിൽ ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായി. ഇവരുടെ കുതന്ത്രങ്ങൾ ഓരോന്നോരോന്ന് വരുമ്പോഴും മനുഷ്യന്റെ ഓരോ വിശദീകരണങ്ങൾ കൂടി വരും. സത്യത്തിൽ ഞങ്ങളോടൊപ്പമുള്ള ആളുകളുടെ വിശദീകരണങ്ങൾ ഇങ്ങനെ ദീർഘിച്ചു പോകാനുള്ള കാരണം എന്താ? അവർ ശിർക്കാക്കിക്കൊണ്ടുള്ള പ്രചണ്ഡമായ പ്രചാരം നടത്തി. അവർ സംഘടനാ ചാനൽ ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച്, ലെറ്റർ ബോർഡ് ഉപയോഗിച്ച് മുവഹിദുകളെ മുശ്രിക്കാക്കി നടന്നപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി. അല്ലേ? എന്നാലേ നിങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേ, വർഷങ്ങൾക്ക് മുമ്പ് ഇതിനേക്കാൾ അപകടം പിടിച്ച വാദം അവരുടെ കൂട്ടത്തിൽ അനസ് പറഞ്ഞിട്ടുണ്ട്. അപകടം പിടിച്ച വാദം, നമുക്ക് ആർക്കും ചെയ്യാത്ത വാദം, ആരും അംഗീകരിക്കാത്ത വാദം അനസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കണം. ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെയോട് പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചത്, ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ലേ തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു. നിങ്ങൾ മടവൂരിയല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഖുർആൻ സുന്നത്ത് പറയാൻ പോണത്. ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ ഇപ്പൊ വടവൂരികൾ ഖുർആൻ സുന്നത്ത് അല്ലാതെ പറയുന്നത്, അത് വേറെ ചോദ്യം ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായതേട്ട് അങ്ങനെ ഉണ്ടോന്നാ? ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായതേട്ട് ഉണ്ടോന്നാ? അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയും. നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണം, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ല, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖമാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു, ജിന്നുകളെ കൊണ്ട് പല പണി എടുപ്പിക്കുന്നു, ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ്, ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് സുലൈമാൻ നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു. അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേന്നാ? അപ്പൊ ജിന്നാണല്ലോ, സംഗതി മനുഷ്യനായില്ലല്ലോ. അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല. ജിന്നായ രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്ന് വന്നിരുന്നു. ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അവര് പണിയെടുക്കുന്നു, സുലൈമാൻ നബി അവരുമായി സംസാരിക്കുന്നു. അത് ശിർക്കല്ല, അത് ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല. ഇനി ആ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഖുർആനിന് വിരുദ്ധമാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഉയരുന്ന സന്ദർഭമുണ്ടായി എങ്കിൽ ആ സന്ദർഭത്തിൽ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ, ജിന്നെ എന്നെ രക്ഷിക്കണേ, എന്റെ പാപം പുറത്തു തരണേ, എന്റെ പ്രയാസം നീക്കി തരണേ, ജിന്നെ എനിക്ക് സന്താനങ്ങളെ തരണേ എന്നിങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണ്, അത് കൊടും പാപമാണ്. അതിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇൻ തദ്ഉഹും. പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു അതായത് തിരുവനന്തപുരത്ത് വെച്ച മുഖാമുഖം ഔദ്യോഗിക നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം വെച്ചതിൽ ഒരു മടവൂർ വിഭാഗത്തിൽപ്പെട്ട സഹോദരൻ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന് അയാൾ കൊടുത്ത മറുപടി, ഒരു ജിന്നെ ഹാദിറായി, ഇന്നലെ ഇതിനോട് ചോദിക്കാം, എനിക്ക് അതിനെ കാണാം, ഏത് രൂപത്തിലാണെങ്കിലും ഏതെങ്കിലും ഒരു രൂപത്തിലേ വന്ന് എനിക്ക് കാണാം, എന്താ ജിന്നെ സുഖാണോ എന്നൊക്കെ ചോദിക്കാം. അതിലൊരു കുഴപ്പമില്ല. ശിർക്കല്ലാതെ
എന്നിട്ട് അതിന് തെളിവായിട്ടാണ് സുലൈമാൻ നബീനെ ഉദ്ധരിച്ചത്. സുലൈമാൻ നബിയുടെ സംഭവം ഉദ്ധരിച്ച അതിന് തെളിവാണ്. ജിന്നുകൾക്കുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നതിന് അത്തരം തേട്ടങ്ങളിൽ ശിർക്കില്ല എന്നാണ്. മനസ്സിലായില്ലേ? അന്ന് ഇത് 2 കൊല്ലങ്ങൾക്ക് മുമ്പാണ് എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടി എടുക്കും. അത് പറഞ്ഞ് പരിഹസിച്ചോ, അപഹസിച്ചോ, ശിർക്കിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ആലോചിക്കണം. സത്യത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ അതിൽ ഒരു കുഴപ്പമില്ല, ശിർക്കുമില്ല. നേരെ മറിച്ച് പുഴക്കരയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വലാഹി പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ്? ഹറാമാണ്, വസീലത്തുൽ ശിർക്കാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതുപോലും ഇവർ പരിഗണിച്ചില്ല. അടുത്തത് നിങ്ങള് ആ അദ്ദേഹത്തിന്റെ ഇപ്പൊ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ. ഇനി അദ്ദേഹം ഇപ്പൊ എവിടെ എത്തി? അന്ന് തിരുവനന്തപുരത്ത് മടവൂരികൾക്ക് മറുപടി കൊടുത്തപ്പോ പറഞ്ഞത് എന്ത് നിങ്ങളിപ്പോ കേട്ടു. എന്നാൽ പക്ഷപാതിത്വവും വർഗീയതയും, അതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, അസത്യത്തിന് വേണ്ടി സ്വന്തം പാർട്ടിയെ സഹായിക്കുന്ന ആ ഒരു സ്വന്തം കക്ഷികളിൽ ഇനി ഇപ്പൊ അദ്ദേഹം സക്കറിയ സ്വലാഹിക്കെതിരെ പറയുന്നു. നിങ്ങൾ കേട്ടോളി. അതുകൊണ്ട് അതെന്തല്ല, ശിർക്കല്ല. എന്ത് ശിർക്കല്ല? പുഴയിൽ വീണ് ഒരാൾ, പുഴയിൽ വീണ് പോയ ഒരാള് അയാൾ വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നേ, എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അതൊരിക്കലും ശിർക്കല്ല. പിന്നെ വേണമെങ്കിൽ എന്ത് പറയാം? ഹറാമാണെന്ന് പറയാം, വസീലത്തു ശിർക്കാണെന്ന് പറയാം. ഒരു ഔദാര്യ, അതൊരു ഔദാര്യാണ്. എന്ത് പറയാം? ഹറാമാണെന്ന് പറയാം, വസീലത്തു ശിർക്കാണെന്ന് പറയാം. പുഴയിൽ വീണ ഒരാൾ റേഞ്ചിലുള്ള ജിന്നിനെയാണ് വിളിച്ചതെങ്കിൽ ശിർക്കല്ല. ഔട്ട് ഓഫ് റേഞ്ചിലാണെങ്കിലോ ശിർക്കാണ്. ഇതാണ് വ്യത്യാസം. ഒരാൾ ജിന്നിനെ വിളിച്ചാൽ ഔട്ട് ഓഫ് റേഞ്ചിലുള്ള ജിന്നിനെയാണ് വിളിക്കുന്നതെങ്കിൽ ശിർക്ക്, റേഞ്ചിലുള്ള ജിന്നാണെങ്കിലോ ശിർക്കല്ല. ഇതാണ് അത്ര മുജാഹിദുകൾ കേരളത്തിൽ വാദം പറഞ്ഞിരുന്നത്. ഇവിടെ തലനിറച്ച ആളുകളുണ്ട്. ഉമർ മൗലവിയുടെ പ്രഭാഷണം. സഹോദരങ്ങളെ, ഇതാണത്രേ മുജാഹിദുകൾ ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് പരിഹാസം. ഇതല്ലേ അനസ് അന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞത്? ഹാളിറായ ഒരു ജിന്ന്, അതിന്റെ ശബ്ദം കേൾക്കാം. ശബ്ദം കേട്ടാലും ചോദിച്ചാൽ എന്താവും? സക്കരിയ മോലെ പറയുന്നു വസീലത്തുൽ ശിർക്കാവും ഹറാമാവും. അനസോ അനുവദനീയമാണ്, കുഴപ്പമില്ല, ശിർക്കില്ല. അപ്പൊ ആർക്കാ അവിടെ പിഴവ് കൂടുതൽ പറ്റി? ഓല വാദപ്രകാരം സക്കരിയ മോലേക്ക് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 100 ഇരട്ടി പിഴവായിരിക്ക. നീതിബോധമുള്ളവരെ, ബാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, കുടുംബക്കാരാകട്ടെ, ആരാവട്ടെ, നീതിക്ക് ബോധമുള്ളവരെ നിങ്ങൾ ആലോചിച്ചു നോക്കി. തുടർന്നിട്ട് കേട്ട് വളർന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മുജാഹിദ് പണ്ഡിതന്മാർ കേരളത്തിന്റെ മണ്ണിൽ ഖണ്ഡന പ്രസംഗം നടത്തിയത് കേട്ട് മുജാഹിദായവരുണ്ട്. ഇതാണോ കേരളത്തിൽ മുജാഹിദുകൾ പറഞ്ഞു പഠിപ്പിച്ചത്? റേഞ്ചിലുള്ള ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല, ഔട്ട് ഓഫ് റേഞ്ച് ആണെങ്കിൽ ശിർക്കാണ്. മാന്യ സഹോദരങ്ങൾ, എന്നിട്ട് എന്താ പറയുന്നത്? ഹറാമാണെന്ന് പറയാം, അത് വസീലത്തു ശിർക്കാണെന്നാ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ മുങ്ങിപ്പൊങ്ങുമ്പോ എന്ത് ഹറാമായാക്കുള്ളത്? സഹോദരങ്ങളെ കേട്ടല്ലോ. അപ്പൊ സക്കരിയ മൗലവിന്റെ വാദം പുഴയിൽ വീണ ആളോട് ചോദിക്കാമെന്നാ അപ്പൊ വരുത്തി തീർക്കണേ ആണോ? അനസ് എന്ന് പറഞ്ഞ എന്താണ്? ഹറാമാണ്. ഇനി ഇവിടെ സംഭവിച്ച ഒരു ദുരന്തം കൂടി പറഞ്ഞു, അത് വലിയൊരു ദുരന്തവുമാണ്. ഏത് തിന്മയെ പറ്റിയും ശിർക്ക് എന്ന് പറയണം എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് ഇവിടെ വളർന്നു വന്നു. എന്തുകൊണ്ട്? ഹറാമാന്ന് പറഞ്ഞാൽ എന്തോ ഒരു പോരായ. കാരണം ഹറാമിൽ പലപ്പോഴും ജീവിച്ചവർക്ക് അത് അത്ര പ്രശ്നം. കാരണം ഹറാമിൽ വിരാജിച്ചു കഴിഞ്ഞാൽ ഏത് തെറ്റും എന്താണ് നിസ്സാരായിട്ടേ തോന്നും. എന്നാൽ സഹാബത്തിന്റെ നിലപാടല്ല. ഞാനിനി ഹറാമാന്ന് കേട്ടാൽ തന്നെ സഹാബികളുടെ നിലപാട് എന്തറിയോ? കേട്ട് പഠിക്കുക, മനസ്സിലാക്കി. ഒരു കാര്യം നിങ്ങൾ നോക്ക്, കള്ളുകുടി ഹറാമോ ശിർക്കോ? ഉസ്താദേ ശിർക്കാണെന്ന് പറയണം എന്ന് പറഞ്ഞ ഉസ്താദേ ഹറാമല്ലേ? അപ്പൊ ചെയ്യാന്നല്ലേ എന്റെ വാദം? വരെ ചോദ്യാട്ടോ. ഇപ്പോ ഹനീഫ് കാ ചോദിച്ചാൽ അപ്പൊ ഹറാമാ, അപ്പൊ ചെയ്യാന്നില്ലേ? ചെയ്യാന്നില്ലേ വാദിക്കുന്നത്? ആണോ? കള്ളുകുടി ഹറാമല്ല ശിർക്കാന്ന് പറഞ്ഞാലേ അത് ചെയ്യാതിരിക്കൂ. മുഅ്മിനുകൾക്ക് അങ്ങനല്ല. മുഅ്മിനുകൾക്ക് ഹറാമിന്റെ ഗൗരവം അറിയാം. ഞാൻ ഈ ചരിത്രത്തിൽ നിന്ന് പറയാം, ജീവിതത്തിൽ വ്യഭിചാര ഹറാമാന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഒരിക്കൽ ചെയ്തു പോയി മായിസറല്ലാനോ, എന്നിട്ട് ഒരു ഗൗരവമില്ലാതെ എറിഞ്ഞു കൊല്ലി നബിയെ, എന്നെ വല്ലാത്തൊരു ഹറാമ് ചെയ്തു പോയി, ആ നരകാഗ്നിയിൽ മിന്നി മറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല നബിയെ. ഹറാമിന് നിസ്സാരത അവർ കണ്ട്. അതിനാദ്യം സഹാബികൾ ആരാന്ന് പഠിക്കും, മനസ്സിലാക്കുക.
തുഖിർനി യാ റസൂലല്ലാഹ് എന്ന് ആവർത്തിച്ചു എന്നിട്ട് നബി തിരിച്ചയക്കുക. റസൂലുള്ളാ തിരിച്ചയക്കുക. നിനക്ക് തോന്നിയതായിരിക്കും വല്ല മദ്യപിച്ചിട്ടുണ്ടോ മായിസ് എന്ന് ചോദിച്ചു നോക്കുന്നവരെ പറഞ്ഞു നബി. എന്നിട്ടും അയാൾ പറയണം, നബിയേ അഗ്നിജ്വാലകളുടെ കൂടെ മിന്നി മറിയുന്നത് സഹിക്കാൻ കഴിയില്ല നബിയെ. കണ്ടോ ജീവിതത്തിൽ ഒരു ഹറാമ് ചെയ്തു പോയപ്പോ സഹാബത്തിന്റെ മനോഗതം കണ്ടോ. ഇനി എന്തിന് പലിശന്റെ മരായിരുന്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഞാനത് പറഞ്ഞ വിശ്വാസികൾക്ക് മനസ്സിലാവും. നിങ്ങളെ ഉത്ബോധിപ്പിച്ചോളൂ. ഉത്ബോധകന്മാർക്ക് ചിലത് മനസ്സിലാവുന്നതാണല്ലോ, വിശ്വാസികൾക്ക് ചിലത് മനസ്സിലാവുന്നതാണല്ലോ. സഹോദര, പലിശ ഹറാമാന്നുള്ള വിധി കൊണ്ട് ഖുർആൻ ആയത്തിറങ്ങി. സൂറത്ത് ബഖറയിലെ ആയത്തിറങ്ങി. അത് ഇറങ്ങിയപ്പോ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. ആ സദസ്സ് നിങ്ങട്ട് എണീറ്റിട്ട് ലക്ഷക്കണക്കിന് പലിശ കിട്ടാനുണ്ടായാലാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അല്ലാഹ് ഹറാമാക്കി എന്ന് കേട്ടപ്പോ ടോട്ടൽ പലിശ ഉപേക്ഷിച്ചു. അദ്ദേഹം ഹറാമാന്ന് കേട്ടവർക്ക് ജാഗ്രതയാ. മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ഹറാമിന്റെ വിധി വന്നപ്പോ ഉണ്ടായതല്ല, നിങ്ങൾക്കത് നിരോധിച്ചിരിക്കുന്നു വന്നപ്പോ ചോദിക്കുക സഹാബികളെ, നബിയേ മദ്യപിച്ച് യുദ്ധം ചെയ്ത ആളുകളുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താ? ഹറാമാക്കാത്ത കാലത്ത് ഇപ്പോൾ ഹറാമായ വിഷയത്തിൽ മദ്യപിച്ചു പോയ ആളുകളുണ്ടല്ലോ എന്ന ഗൗരവം. ഷട്ടിൽ എവിടെങ്കിലും മദ്യമായിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചവർ, വായിലേക്ക് കൈയിട്ട് ഛർദിച്ചവർ. സഹോദരങ്ങളെ, അതാ ഹറാം. അല്ലാതെ നാട്ടുകാരെയും ജനങ്ങളെ ഇഷ്ടത്തിനൊത്ത് ഹറാമും ഹലാലും തീരുമാനിക്കുക. ഹലാല് ഹലാൽ, ഹറാം ഹറാം. പിന്നെ പശ്ചാത്തലവും വസ്തുതയും മനസ്സിലാക്കി ഓരോന്നിനും ഓരോ വിധിയും സന്ദർഭവും ഉണ്ട്. ഇവിടെ എന്താണ്? അപ്പോ വമ്പിച്ച ഗുരുതരമായ ഇനിയോ എന്തെല്ലാം വിമർശനമാണ് ഇപ്പൊ നടത്തി. ഇനി ഇതേ കാര്യം ഇതിനേക്കാൾ വളരെ ഗൗരവമായി അനുസൃതന പറയുന്നത് കേട്ടോളൂ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ അല്ലാത്തവരെ ആരാധിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതേ ശൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ശൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നു പോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം, അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല, ഭാര്യ ഉള്ളത്, മോളെ ആ ഷോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറാ ബീവി ഒന്ന് അവസാനിപ്പിച്ചേ. വിശ്വാസികളെ, നീതിബോധമുള്ളവരെ, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെ എന്താ പറഞ്ഞേ? മലക്കുണ്ട്, സാന്നിധ്യമുണ്ട്, കാണുന്നില്ല, എങ്കിൽ തേടാം, ഒരു പ്രശ്നവുമില്ല. വസീലത്തിലെ ശിർക്കും ഹറാമാന്ന് പറഞ്ഞ സക്കറിയ മലയിന്റെ പച്ചർച്ചി തിന്ന് തേറ്റമേർപ്പിച്ചവരോട് ഏത് പരലോകത്തെയാണ് നിങ്ങൾ കാംക്ഷിക്കുന്നത്? ഏത് പരലോകത്തെയാണ് നിങ്ങൾ കാംക്ഷിക്കുന്നത്? മുജാഹിദ് വേദിയിൽ 2009 ഇത് മഞ്ചേരി എഴുതപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമല്ലേ, അതിന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യായമായി. സഹോദര, ചോദിക്കുക, മലക്ക് ഹാളിറുണ്ടെങ്കിൽ അതിനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ചോദിക്കാം, ഒരു പ്രശ്നവും ഇല്ല, ഒരു തെറ്റുമില്ല. ഹാളിറായ ജിന്നിനോട് ചോദിക്കുന്ന ഏതുപോലെയാ? ഭാര്യനെ കാണുന്നില്ലെങ്കിലും കുളിമുറിയിൽ നിന്ന് സോപ്പ് ചോദിക്കുന്ന പോലെയാണ്. ഞാനൊരു വ്യക്തിയുമായി നടത്തിയ സംസാരത്തിൽ ഇതുപോലൊരു ഉദാഹരണം, യായിബാദത്തിൽ ശിർക്കില്ല എന്ന് സ്ഥാപിക്കാൻ പറഞ്ഞു. എനിക്കെതിരെ 2 കത്തയച്ച് എന്നെ പുറത്താക്കാൻ അത് എടുത്തിന്റെ മുമ്പിൽ കാണിച്ചവർ ഞങ്ങൾ പറഞ്ഞിട്ട് എഴുതിയല്ലോ. നിങ്ങൾ ആലോചിക്കണം. ഇത് പറഞ്ഞ നോക്ക്, സക്കറിയ മൗലവി കുറെ കൂടെ കൃത്യമായി പറഞ്ഞു, ചെയ്യരുത്, പാടില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് ഇയാളോ അതുകൊണ്ട് ഒരിക്കലും വിട്ടുകളയരുത്. ജനങ്ങളെ മുഴുവനും നിങ്ങൾ ഇത് കേൾപ്പിക്കണം. നീതിബോധമാണ് നിങ്ങൾക്ക്, പരലോകബോധമാണ് നിങ്ങൾക്ക്.
മരിച്ചു പോകുമെന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക്. കാരണം അള്ളാന്റെ കോടതി നിസാരമല്ല, പടച്ചതമ്പുരാന്റെ കോടതി നിസാരമല്ല. ഇനിയോ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ച വളരെ പ്രധാനമായ കുറച്ച് കാര്യങ്ങളുടെ വളരെ വേഗത്തിൽ പറഞ്ഞു ഞാൻ പോകുന്നു. നിങ്ങൾ ആലോചിച്ചു, മടവൂർ വിഭാഗം നമുക്കെതിരെ ശിർക്ക് ആരോപിച്ചു. ഇവിടെ മടവൂർ വിഭാഗത്തിൽപ്പെട്ട ചില പ്രബോധകർ, അതിൽ അലി മദനി, അയാൾ പറഞ്ഞു മുജാഹിദുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ശിർക്ക് ചെയ്യുന്നുണ്ട്. ആരോപണമാണ്. ആ ആരോപണം വർഷങ്ങളായി അവർ തുടർന്നു. മുജാഹിദുകളായ എല്ലാവരും അതിന് മറുപടി പറഞ്ഞു. അനസ് പറഞ്ഞു, അനീഫ് ഖാൻ പറഞ്ഞു, സലഫി പറഞ്ഞു, സക്കരിയ സുലൈഹി പറഞ്ഞു, നമ്മളൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, എല്ലാ ആളുകളും പറഞ്ഞു. എന്നാൽ ഇപ്പൊ അവർ പറയണെന്ന് അറിയോ? ഇപ്പൊ അന്ന് മുസ്ലിയാക്കന്മാരും ബാക്കിയുള്ളവരും പറഞ്ഞു എന്തോ അത് തന്നെ. അതിന്റെ ഇടയിലെ ശരി അലി പറഞ്ഞു എന്ത്? അല്ലാത്തവരുടെ മുജാഹിദുകളുടെ വിഭാഗം പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, അത് വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടു. കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതി